കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്താ ഞാൻ വിളിച്ചാലേ പറ്റുള്ളൂ? നിന്റെ അച്ഛനല്ലേ, നിനക്ക് വിളിക്കായിരുന്നില്ലേ? പിന്നെ നിന്റെ അനിയേറ്റം വിളിയൊക്കെ പെട്ടെന്ന് നിർത്തിക്കോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആവും പറഞ്ഞ അവന്റെ കയ്യിലൊരു നുള്ളുകൂടെ കൊടുത്ത് ചന്തു എഴുന്നേറ്റ് പോകുമ്പോൾ പാച്ചുവിന്റെ മുഖം വീർത്തു. ഇന്നലെ വരെ എല്ലാത്തിനും പാർട്ടിക്ക് സമയം കൊടുക്കണം. അവൻ അനിയേട്ടനെ പതിയായാലും അച്ഛനായിട്ട് സ്വീകരിക്കുന്നൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച ചാന്ദിനി ഇന്ന് പക്ഷെ മോനേക്കാളും കൂടുതൽ അച്ഛന്റെ ഹൃദയമാണ് കാണുന്നത്. അനിയുദ്ധനൊരു നുള്ളു പോലും വേദനിപ്പിക്കാൻ ഇനി അവർക്ക് കഴിയില്ല. അതിന് താൻ മാത്രം വിചാരിച്ചാൽ പോരെ. ഇപ്പോൾ പാച്ചുകൂടെ അനിയേട്ടനോട് അടുത്താലേ ആ മനസ്സ് അത്ര കണ്ട് സന്തോഷിക്കൂ. ഇതെല്ലാം എന്തിനെടുക്കുന്നത്? പെട്ടെന്ന് പാർട്ടിയുടെ ചോദ്യം കേട്ട് ചന്തു തിരിഞ്ഞു നോക്കി. പിന്നെ നിനക്ക് മാത്രം മതിയല്ല, ഞാൻ കുറച്ച് മോൾ കൊണ്ടുകൊടുക്കട്ടെ? അനിയുദ്ധം കൊണ്ടുവന്നില്ലെന്നൊരു പങ്ക് മറ്റൊരു കവറിലാക്കി ചന്തുവിനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു. പാച്ചുവിന്റെ മുഖത്തൊരു ആശ്വാസം. ഹോ, എന്നെ തങ്കിക്കായിരുന്നു, അപ്പ കൊടുത്തോ? ഏയ് അല്ലെങ്കിൽ വേണ്ട, അമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ, ഞാൻ കൊണ്ടുകൊടുത്തോളാം. പാർത്തി പറച്ചിൽ ആ കവറിങ് വാങ്ങി അടുക്കളയിലേക്ക് നടന്നു. കട്ട്ലേറ്റ് എടുക്കണല്ലോ, എന്റെ ലവ് കൊണ്ട് അനിയേട്ടന് കൊടുത്തോ എന്തോ. കട്ട്ലേറ്റ് വെച്ച പാത്രം തുറന്നാണ് ചോദ്യം. പിന്നെ ഞാൻ എന്റെ ലവാ കൊടുത്ത്, നിന്റെ ലവ് നീ നിന്റെ തങ്കിക്കന്നെ കൊടുത്തോ? അവന്റെ അനിയേറ്റങ്ങളിൽ ദേഷ്യം പിടിച്ചുള്ള ചന്തുവിന്റെ പറച്ചിൽ അവന് ചിരി വന്നു. എന്നാലേ ഞാൻ പോയി എന്റെ തങ്കിക്ക് എന്റെ ലവ് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ അമ്മയുടെ കവിളിൽ നിന്നുള്ളിൽ നേരെ പുറത്തേക്ക് പോയി ചെക്കൻ. തിങ്കൾ കുളി കഴിഞ്ഞു വന്ന് അകത്തേക്ക് കയറി ചായ തിളപ്പിക്കുമ്പോഴാണ് തങ്കി എന്നുള്ള ചെക്കന്റെ വിളി. ആളിലേക്ക് അവൾ എത്തും മുന്നേ അവനോട് അകത്തേക്ക് കയറി നിൽപ്പുണ്ട്. കയ്യിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളും. എന്താ ഇത്? ഇതെന്റെ ചന്തുവിന്റെ അനിയേട്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് സാധനങ്ങളാ. എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ പകുതി നിനക്ക് അവകാശപ്പെട്ടാണല്ലോ, അതാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പാർത്തിയു ശാസനയോടെ അവൾ പറയാൻ തുടങ്ങിയതാണ്. ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള മറുപടി എനിക്ക് കേൾക്കണ്ട. ഞാനിത് തിരിച്ചുകൊണ്ടായ പിന്നെ അമ്മ കൊണ്ടുവരുമ്പോ നിനക്ക് എന്തായാലും വാങ്ങേണ്ടി വരും. എന്നിട്ടും നീ വാങ്ങില്ലെങ്കിൽ നാളെ പോലീസാവും ഇങ്ങോട്ട് വരുന്നത്. വെറുതെ പണി വാങ്ങിച്ചു വെക്കണ മോളെ. ആളെ മിണ്ടാൻ സമ്മതിക്കാതെ ഭീഷണി പോലെ പറഞ്ഞ് അവനത് അവിടെ വെക്കുമ്പോൾ തിങ്കൾ കനപ്പിച്ചൊരു നോട്ടത്തോടെ കയ്യും കെട്ടി അവനെ നോക്കി നിന്നു. അപ്പോഴേക്കും പാർത്തി മറുകൈയിലെ പാത്രം അവൾക്ക് നേരെ നീട്ടി. ഇന്നത്തെ ചായക്ക് സ്പെഷ്യലായിട്ട് അമ്മയുണ്ടാക്കിയതാ, കഴിച്ചു നോക്കി വേഗം അഭിപ്രായം പറ. എന്നിട്ട് വേണം എനിക്ക് അമ്മയോട് ചെന്ന് ഇത് പറയാൻ. തിടുക്കത്തോടാൻ പറഞ്ഞു ചേർക്കുമ്പോൾ തിങ്കൾ വലിയ മടി കൂടാതെ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചു. എങ്ങനെയുണ്ട്? ആകാംക്ഷയോടെയുള്ള ചെക്കൻ്റെ ചോദ്യം. ആന്റി ഉണ്ടാക്കിയതല്ലേ, നല്ല രുചിയുണ്ട്. ആളത് പറഞ്ഞു കഴിഞ്ഞു അവന്റെ മുഖത്തൊരു കുടിലത് നിറഞ്ഞ ചിരി വിരിഞ്ഞ പെട്ടെന്നാണ്. എന്നാലേ ഇത് നിന്റെ ആന്റി ഉണ്ടാക്കിയല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തിങ്കൾ അവനെ കടുപ്പിച്ച് നോക്കുമ്പോൾ പാർത്തി വീണ്ടും ചിരിച്ചു. ഞാൻ നിനക്ക് വേണ്ടി ഹാർട്ട് ഷേപ്പ് വരെ റെഡിയായി കൊണ്ടുവന്നിട്ട് ഞാനായിരിക്കും ഇത് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും എന്റെ പെണ്ണിനില്ലാതെ പോയല്ലോ. ഹാർട്ടോ? അവനാ പറഞ്ഞു. അവളൊന്നും മനസ്സിലാവാതെ ആ കട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് ശരിക്കും കാര്യം പിടികിട്ടിയത്. ഇപ്പൊ മനസ്സിലായോ? നീ പറഞ്ഞ മനസ്സിലായി. പുച്ഛത്തോടെ പെണ്ണിന്റെ ചുണ്ടൊന്ന് കോടുമ്പോൾ പാർത്തിക്കും ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ, വന്ന കാര്യം കഴിഞ്ഞല്ലോ, പോവാൻ നോക്കി നീ, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് പക്ഷെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മോളെ. പറച്ചിലും മേശയുടെ അടുത്തുനിന്ന് ഒരു കസേര വലിച്ചിട്ട് അവനാടി ഇരിക്കുമ്പോൾ പെണ്ണിന്റെ മുഖം ഒന്നുകൂടെ കടുത്തിട്ടുണ്ട്. പാർത്തി കളിക്കാതെ പോയേ നീ. ഏയ് ഞാൻ പോവില്ല. തിങ്കൾ പിന്നെ അവരോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റോവിൽ ചായ വെച്ചിരുന്ന ഓർമ്മ വന്നത്. പെട്ടെന്ന് പെണ്ണ് തിരിഞ്ഞോടിയതും കാര്യം എന്താണെന്നറിയാതെ പാർത്തിയും ഓടി. അവൻ ചെല്ലുമ്പോഴേക്കും സ്റ്റൗ അവൾ ഓഫ് ചെയ്തിരുന്നു. എനിക്ക് ഒരു ചായ കൂടെ കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചായ പകർത്തിയെടുക്കുന്നവളുടെ തൊട്ടടുത്ത് സ്ലാബിൽ കൈകുത്തിയെന്ന് അവൾക്ക് നേരെ മുഖം കുനിച്ചു അവൻ. എന്നാ എനിക്ക് പ്രശ്നമുണ്ട്. ഒരു ചായല്ലേടി, ഇങ്ങനെ പിശിക്കാവരുത് കേട്ടോ. തിങ്കൾ അതിന് അവനെ കണ്ണുകൾ ഉയർത്തിയെന്ന് നോക്കി. ഒരിഞ്ച് അകലത്തിൽ കാണുന്നവന്റെ മുഖം. പാർത്തിയുടെ നോട്ടവും അവളുടെ മുഖത്ത് തന്നെയാണ്. ആ കട്ടിപ്പുരികവും കടുങ്കാപ്പി കണ്ണും നീണ്ട മൂക്കും ചുവന്ന ചുണ്ടും. ചായ ഒന്നും വേണ്ടി, എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറയാൻ അവന്റെ ഉള്ളു തുടിച്ചു. അവളെ ഒന്ന് അടുത്തേക്ക് പിടിച്ചു വലിച്ച് അമർത്തി ഒരു ഉമ്മ കൊടുക്കാൻ അവന്റെ കൈയും ചുണ്ടും ഒരുപോലെ തരിച്ചു. ഇടയ്ക്ക് അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവളുടെ മിഴികളിൽ ഒരു പിടച്ചിൽ സെക്കം കണ്ടു. പക്ഷെ പിന്നെ അത് നോക്കാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് മാത്രമേ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. തിങ്കൾ പറയലും അവളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. അതിന്ന് കുറച്ച് തന്നാമതി എനിക്ക്. ഒരു നാണമില്ലാതെ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൻ. തിങ്കൾ വേറെ നിവൃത്തിയില്ലാതെ ചായ കൊടുക്കാൻ പോയില്ലെന്ന് ഉറപ്പായതോടെ അവന്റെ വാശിക്ക് മുമ്പിൽ തോറ്റൊരു ഗ്ലാസ് കൂടെ എടുത്തു. വേറെ ഗ്ലാസ്സൊക്കെ എന്തിനാടി, നമുക്ക് ഒന്നിൽ കുടിക്കായിരുന്നല്ലോ. അവനാ പറയുന്നേരം തന്നെ ചായ കുറച്ച് പകർത്തി അവന്റെ കയ്യിലേക്ക് ഗ്ലാസ് വെച്ച് കൊടുത്ത് അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി തിങ്കൾ പോകുമ്പോൾ ചായം കുടിച്ച് അവന് യാതൊരു കൂസലുമില്ലാതെ പുറകെ പോയി. അതെ, ഞാൻ എന്റെ ചന്തുവിനെ അനിയേട്ടനെയും കല്യാണം പെട്ടെന്ന് നടത്തിയാലോന്ന് ആലോചിക്കുക. എന്താ നിന്റെ അഭിപ്രായം? പുറകെ വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് പാർത്തി. അവന് തിങ്കൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഈ ചന്തുവിന്റെ അനിയേട്ടൻ നിന്റെ ആരാ? ഒറ്റപ്പുരികമുയർത്തിയുള്ള പെണ്ണിന്റെ ചോദ്യം.
പാർത്ഥിവ് ഒരു നിമിഷം അവിടെ ആ നോട്ടത്തിൽ കുടുങ്ങിപ്പോയതും. പാർത്ഥിവ്, തിങ്കളിന്റെ ശബ്ദം ഉയർന്നേ ചെക്കൻ തലോടഞ്ഞു. അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. ഞാൻ ചോദിച്ചതിന് ആദ്യം മറുപടി താടി തങ്കി. എത്രയും പെട്ടെന്ന് എനിക്ക് നടത്താൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് നടത്തിക്കോ. അത് പറയാൻ തിങ്കൾ മടിച്ചൊന്നുമില്ല. ഇത് കേട്ടാ മതി എനിക്ക്. പറച്ചിലും ചായ പിടിച്ചു കഴിഞ്ഞ ഗ്ലാസ് അവിടെ വെച്ച് ആൾക്ക് മുമ്പിൽ അവൻ കൈ രണ്ടും വിടർത്തി. അന്നത്തെ പോലെ നമുക്ക് ഒന്നുകൂടെ അങ്ങ് കെട്ടിപ്പിടിച്ചാലോ ലോ. കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടാവൻ പറയുമ്പോൾ ചുവക്കുന്നുണ്ട് പെണ്ണാകെ. ഇന്നെന്തായാലും അവളുടെ അടുത്ത് ഒരു കെട്ടിപ്പിടുത്തം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അടുത്ത നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ വാരിക്കൂട്ടി അവളെ നിന്ന് കെട്ടിപ്പിടിച്ചു. പാർത്ഥിവ് എന്ന് അവൾക്ക് ദേഷ്യത്തിൽ വിളിച്ച് പൂർത്തിയാകാൻ പോലും സമയം കൊടുക്കാതെ അവൻ പുറത്തേക്ക് പാഞ്ഞു. അതെ, സന്തോഷം സഹിക്കാൻ വയ്യാതെ ചെയ്തു പോയത് എന്നെ തങ്കി. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അന്ന് നീ തന്ന് ഞാൻ തിരിച്ചെന്നു കരുതിയാ മതി. മതിലും ചാടി അപ്പുറത്തേക്ക് പായുന്നിടക്ക് അവൻ ഉറക്കെ പറയുമ്പോൾ അവൾ അവിടെ ഇടുപ്പിൽ കൈകുത്തി ഉയർന്നുപോയ നെഞ്ചിരിപ്പോടെ അവൻ പോയ വഴിയിലേക്ക് കലിപ്പിച്ച് നോക്കി തന്നെ നിൽപ്പുണ്ട്. ഇതെന്താ ഇത്? കുറച്ച് വാങ്ങിയില്ല ഞങ്ങള്? ഒരു 200 കുറച്ചാന്ന്. ഇല്ല അമ്മ, 1200 താൻ വേണം. ചാന്ദിനി പറഞ്ഞ് സമ്മതിക്കാതെ ആറ് വാശി പിടിച്ചു. മൺപാത്രങ്ങളും ചട്ടികളും വിൽക്കുന്ന ഒരു തമിഴ് സ്ത്രീയാണവർ. വലിയ കുട്ടയിൽ പാത്രങ്ങൾ അടുക്കി വെച്ച് ഇങ്ങനെ വീടുകൾ തോറും കൊണ്ടുനടന്ന് വിൽക്കും. മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന നിലമ്പൂരാണ്. അവിടുന്ന് ഒരു ടെമ്പോയിലാണ് ഇവരുടെ വരവ്. കുറച്ച് പേരുണ്ടാവും അതില്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തിറങ്ങി വിൽക്കാൻ പോവുകയും ചെയ്യും. ചാന്ദിനിയുടെ വന്ന അവസരം ഒരു പ്രാവശ്യം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല പാത്രങ്ങളാണ്. പക്ഷെ പിന്നെ അവർ വരുന്ന ഇപ്പോഴാണ്. അപ്പോൾ പിന്നെ തിങ്കളനെയും വിളിച്ച് നല്ല പാത്രങ്ങളും ചട്ടികളും കുറച്ച് വാങ്ങി. സമയം രാവിലെയാണ്, 8 മണിയാവുന്നേ ഉള്ളൂ. ചാന്ദിനി വീണ്ടും 1000-ൽ തന്നെ പിടിച്ചു നിൽക്കുമ്പോൾ എന്താ ഇവിടെ ബാർഗനിങ് ആണോ ചന്തു? അനിരുദ്ധന്റെ ശബ്ദം കേട്ട് 3 പേര് ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത്. രാവിലെ ജോഗിങ്ങിന് പോയി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവൻ. ഇന്നലെ വൈകുന്നേരമാണ് അനിരുദ്ധൻ കായലോരത്ത് ആ വീട്ടിലേക്ക് താമസം മാറിയത്. ആ സമയം ചന്തു ഉണ്ടായിരുന്നു കൂടെ. പാർത്ഥി കടയിലായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് നാട്ടിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞു. കഥകളെല്ലാം പരക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. സുരേന്ദ്രനോട് എല്ലാം അനിരുദ്ധനാണ് പറഞ്ഞു. ഗണേശന്റെ സത്യം അറിഞ്ഞപ്പോൾ ആളിന്ന് ശരിക്കും ഞെട്ടിപ്പോയെന്ന് സത്യം. അത്ര അടുത്ത കൂട്ടുകാരനായിട്ടും ഇതൊന്നും ആൾക്കറിയില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. നാട്ടിൽ പരന്ന കഥകൾ പലരും പല രീതിയിലാണ് എടുത്തെങ്കിലും അനാവശ്യമായ രീതിയിൽ ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എങ്ങാനും എന്തെങ്കിലും പറഞ്ഞാൽ മോനും അച്ഛനും എങ്ങനെയാണെന്ന് അവർക്കറിയാലോ. എന്തിന് ഇപ്പോൾ തിങ്കളുടെ കാര്യം വരെ നാട്ടിൽ ചർച്ചാ വിഷയമല്ലെന്ന് തന്നെ പറയാം. പാർട്ടിയുമായിട്ടല്ലാതെ വേറെ ആരെയും കൂട്ടി അവരവളൊന്നും പറയുന്നുമില്ല. 1000 രൂപ പോതും അമ്മ. അനിരുദ്ധനെ കണ്ടിട്ടോ എന്തോ അവരങ്ങനെ പറഞ്ഞു. പാത്രത്തിന്റെ കാശ് കൊടുത്ത് ശരിയെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. തിങ്കളും വാങ്ങിച്ച പാത്രങ്ങൾ എടുത്ത് അനിരുദ്ധനെ നോക്കി ഒന്ന് ചിരിച്ച് തിരിഞ്ഞടന്നു. ജോലിക്ക് പോവാനുള്ളതാണല്ലോ അവൾക്ക്. പാച്ചു എന്തേ? ചോദ്യത്തിനൊപ്പം ഗേറ്റിലിരിക്കുന്ന ചാന്ദിനിയുടെ വിരലുകളിൽ അനിരുദ്ധന്റെ കൈ പൊതിഞ്ഞു. എഴുന്നേറ്റില്ല അനിയേട്ടാ. ഇത്ര സമയമായിട്ട് എഴുന്നേറ്റിട്ടില്ലേ? രാവിലെ എഴുന്നേൽക്കാനൊക്കെ അവന് ഭയങ്കര മടിയാ. ഞാൻ പോയി കുത്തി എഴുന്നേൽപ്പിക്കണം. വിളിക്കുമ്പോൾ ഇനി ഉറക്കം മതിയായില്ലെങ്കിൽ അതിന്റെ ചീത്തയും കേൾക്കാൻ ചെക്കൻ്റെന്ന്. കുറച്ചാൾക്ക് മുന്നേ പ്രണവ് ജിമ്മ് തുടങ്ങിയപ്പോൾ ഈ മടിയൊക്കെ കുറഞ്ഞതാ. പിന്നെ അതും ഇത്തിരി മടിയായി. എന്നാൽ ആഴ്ചയിൽ 3 ദിവസമൊക്കെ വൈകുന്നേരം പോവാറുണ്ട്. അല്ലാ ദിവസം ഈ ഗ്രൗണ്ടിൽ കളിയായിരിക്കും. ചാന്ദിനി പാർട്ടിയുടെ ശീലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം അനിരുദ്ധനെയും കൂട്ടി പൂമുഖത്തേക്ക് കയറി. അവിടെ കിടന്ന മന്മുഖ് കയറി വരുന്ന അനിരുദ്ധനെ തല ഉയർത്തി നോക്കി. അങ്ങനെ തന്നെ കിടക്കുമ്പോൾ പുഷ്പ അപ്പുറത്ത് മതിലും ചാടി വരുന്നുണ്ട്. ആൾക്ക് പിറകെ തന്നെ സുന്ദരനും. വന്നപാടെ പെണ്ണ് അനിരുദ്ധന്റെ കാലിൽ മുട്ടിയുരുമിയതും അവൻ കാലുടഞ്ഞ് അകന്നു മാറി. കൂടെ ചാന്ദിനിയെ തോളിൽ പിടിച്ച് മ്യാവ് പറയുന്ന പുഷ്പുവിന്റെ മുമ്പിലേക്ക് പിടിച്ചു നിർത്തുകയും ചെയ്തു. അയ്യോ എൻ്റെ അനിയേട്ടാ, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടൂ കേട്ടോ. ഇവിടെ എനിക്കും പാച്ചുവിനും അവന്റെ തങ്കിക്കും വരെ ഇവരില്ലാ പറ്റില്ല. പറച്ചിലും പുഷ്പുവിനെ ചന്തു എടുത്തു പിടിച്ചതും ഡോണ്ട് ഡു ദാറ്റ് ചന്തു, അതിന് താഴെ ഇറക്കിയേ. അനിരുദ്ധ മുഖം ചൊളിച്ച് ഇഷ്ടക്കേടോടെ നീങ്ങി നിന്നു. പൂച്ചയും പട്ടിയും വരെ അനിയേട്ടനും പിടിക്കില്ലല്ലോ. ഇങ്ങ വാ, ഈ വീട്ടിൽ ഇതുവരെ കാണിക്കാതെ 2 പേരും കൂടി ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് തൽക്കാലം പുഷ്പുവിനെ താഴെ ഇറക്കി ചന്തു അനിരുദ്ധന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ആരോ ചന്തു? കുഞ്ഞപ്പനെ ഇക്കറുവുണ്ട്. അനിരുദ്ധനെ അന്തിച്ച് ചന്തുവിനെ നോക്കുമ്പോൾ തന്നെ കുഞ്ഞപ്പനെയാണ് ആദ്യം കൂടുതർന്ന് ചാന്ദിനി പുറത്തേക്ക് എടുത്ത് ഒപ്പം അവനെ കിട്ടിയ കഥയും പറഞ്ഞു. കുഞ്ഞപ്പനോട് വലിയ അനിഷ്ടമൊന്നും അനിരുദ്ധന് തോന്നിയില്ലെങ്കിലും ചാന്ദിനിയുടെ ദേഹത്തൂടെ പരത്തി നടക്കുന്ന ഒട്ടും ഇഷ്ടമായില്ല. നീ അതിനെ കൂട്ടി തന്നെ ഇട്ട് ചന്തു. അവനാ പറയുമ്പോൾ ചാന്ദിനി ചിരിച്ചതേയുള്ളൂ. അതിനുശേഷമാണ് ഇക്രുവിന്റെ അടുത്തേക്ക് അവൾ അവനെ കൊണ്ടുപോയത്. ഇക്രുവിനെ കണ്ട് അനിരുദ്ധന്റെ കണ്ണ് ശരിക്കും അങ്ങ് മിഴിഞ്ഞുപോയി. ഇത്ര ദിവസം ആയതുകൊണ്ട് ഇക്രുവിനെ കൊണ്ടുവന്നതിനേക്കാളും വലിപ്പം വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിപ്പമല്ല, ഒരു മിനിമം വലിപ്പം. എന്റെ ചന്തു എന്താ ഇത്, മൃഗശാലയോ? അനിരുദ്ധനെ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് പോവാനിയേട്ടാ, ഇതൊക്കെ നിങ്ങളുടെ മോന്റെ പണിയാ. അവന്റെ കടയിലേക്ക് ഒരു ദിവസം ചെന്ന് നോക്കിട്ടാ, നല്ല രസമായിരിക്കും. ചാന്ദിനി അവരെ കളിയാക്കുമ്പോൾ അനിരുദ്ധൻ അവിടെ നിന്ന് കണ്ണുരുട്ടി നോക്കി. ഇതിനവൻ പുറത്തിറക്കാറുണ്ടോ? പിന്നല്ല, പാച എഴുന്നേറ്റ് വന്ന അവന്റെ തോളിലായത്. തോളിലോ?
അനിയത്തിന്റെ മുഖം ആകെ മോശമായി പോയി. ആ അനിയേട്ടിനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, നിക്ക് ഞാനവനെ പോയി വിളിച്ചിട്ട് വരാം. ചാന്ദിനി കുറുമ്പോടെ പറഞ്ഞ് പാച്ചുവിന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അനിരുദ്ധൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ വിളിക്കാൻ ചന്തുവനെ, ആഗ്രഹത്തോടെയുള്ള പറച്ചിൽ. ചന്തു സമ്മതിക്കാൻ ഒട്ടും സമയമെടുത്തില്ല. ദേ ആ മുറിയാ, അനിയേട്ടൻ പോയി വിളിച്ചോ, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. അതും പറഞ്ഞ് ചന്തു അടുക്കളയിലേക്ക് പോകുമ്പോൾ അനിരുദ്ധൻ പാച്ചുവിന്റെ മുറിയിലേക്ക് നടന്നു. അത്യാവശ്യം വലിയ മുറിയാണ് പാർത്തിയുടെ. മുറിയുടെ നടുക്കായുള്ള കിങ് സൈസ് ബെഡിൽ കമിഴ്ന്ന് കിടന്ന നല്ല ഉറക്കമാണ്. പുതച്ചിരിക്കുന്ന ഗ്രേ കളർ ബ്ലാങ്കറ്റ് അവന്റെ അരയിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി കിടപ്പുണ്ട്. അനിരുദ്ധൻ കുനിഞ്ഞവന്റെ തലയിൽ തഴുകുമ്പോൾ പില്ലോയിൽ മുഖമിട്ടെന്നുരസിയവൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഇപ്പോഴവന്റെ മുഖം അനിരുദ്ധന് നന്നായി കാണാം. ചന്തു പറഞ്ഞ പോലെ പോത്ത് കുത്തിയാൽ എഴുന്നേൽക്കില്ലെന്ന പോലെയാണ് അവന്റെ കിടപ്പ്. നെറ്റിമറഞ്ഞ് കണ്ണിനവിടം വരെ അലങ്കൂരമായി കിടക്കുന്നവന്റെ മുഴികളെല്ലാം ഒതുക്കി വെച്ച് അനിരുദ്ധന്റെ വിരലുകൾ അവന്റെ നെറ്റിയിലൂടെ ചെന്ന് കവളിനെ പൊതിഞ്ഞു പിടിച്ചു. പാച്ചു. അത്രയും സ്നേഹം നിറഞ്ഞ വിളി. പക്ഷെ അതവൻ കേട്ടില്ല. പാച്ചു ഡാ. അനിരുദ്ധൻ പിന്നെയും വിളിച്ചു അവനെ. കവളിൽ പതിയും തട്ടി. 5 മിനിറ്റ് കൂടാമ്മ. ആ കൈയെടുത്ത് മാറ്റി മുഷിപ്പോടെ അവൻ ഇറങ്ങി കിടന്ന പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടതും. അമ്മയിലടാ അച്ഛനാ, കുറച്ചുറക്കെ തന്നെ പറഞ്ഞു അനിരുദ്ധൻ. അടുത്ത നിമിഷം പുതപ്പിനുള്ളിലേക്ക് പോയവൻ ആ പോയതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്ന അനിരുദ്ധനെ കണ്ട് ഉറക്കം മുറിഞ്ഞ അവന്റെ കണ്ണുകൾ ഞെട്ടിയൊന്നുകൂടെ മിഴിഞ്ഞു വന്നു. ബ്ലാക്ക് കളർ ഹാഫ് സ്ലീവ് ടീഷർട്ടും ഗ്രേ കളർ ട്രാക്ക് സ്യൂട്ട് പാന്റും ധരിച്ച് ഓടി വന്നതിന്റെ ചെറിയൊരു വിയർപ്പോടെ അവന് നോക്കി നിൽക്കുകയാണ് അനിരുദ്ധൻ. എഴുന്നേക്കടാ, സമയം എത്രയെന്നറിയോ? ശാസിച്ചതാണോ അതോ തന്നെ കൊഞ്ചിച്ചതാണോ അനിരുദ്ധൻ പറഞ്ഞെന്ന് പാർത്തിക്ക് മനസ്സിലായില്ല. എന്നാൽ അവൻ ചാടി എഴുന്നേറ്റ് ബെഡിൽ നിന്നു. ആ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ ഇവൻ. ഞാൻ വിചാരിച്ചു അനിയേട്ടനിപ്പോ ഇവനെ വിളിച്ച് തൊണ്ട പൊട്ടിച്ചാണെന്ന്. അങ്ങോട്ടേക്ക് കയറി വന്ന ചന്തു ചിരിയോട് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ പാർത്തി അമ്മയെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. ചന്തു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിലുള്ള ചായ അനിരുദ്ധന് കൊടുത്തു. ഞാനിപ്പോ മറ്റൊരു കാര്യം കൂടെ പറയാനാ വന്ന്. ഹരി വിളിച്ചിരുന്നു ചന്തു എന്നെ. അനിരുദ്ധൻ ചാന്ദിനി നോക്കി പറയുന്നേരം അതാരാണെന്ന് മനസ്സിലാവാതെ പാർത്തിയുടെ മുഖം ചുളിഞ്ഞു. നിന്റെ അമ്മായിയാ. ചാന്ദിനി അവന്റെ ചുളിഞ്ഞ മുഖം കണ്ട നിമിഷം ആരാണെന്ന് അവന് പറഞ്ഞു കൊടുത്തു. ഇപ്പോഴവന്റെ മുഖത്തെ ചുളികളൊക്കെ മാറി മുഖമൊന്ന് മുറുകിയിട്ടുണ്ട്. അവരെല്ലാം ഇങ്ങോട്ട് നിന്ന് വരുന്നുണ്ട്. ഹരി പറയുമ്പോ പിന്നെ എതിർക്കാൻ എനിക്ക് പറ്റിയില്ല. അനിതൊരു നിശ്വാസത്തോടെ പറഞ്ഞു. ചന്തു ഒന്ന് പരിഭ്രമിച്ചു. പാർത്തിയുടെ മുഖത്തും അസ്വസ്ഥതയാണ്. അവര് വന്നു കണ്ട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞങ്ങ് പോയിക്കോളൂ. അല്ലാതെ നിങ്ങൾ എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയ ബന്ധങ്ങളൊന്നും എനിക്ക് വേണ്ട. ഇനി നിങ്ങൾക്ക് ഒട്ടും വേണ്ട. നമുക്കിനി നമ്മൾ മാത്രം മതി. ആ നിമിഷം തന്നെ അനിരുദ്ധൻ അത്രയും കൂടെ പറഞ്ഞിരുത്തുമ്പോൾ പാർത്തിയുടെ മുഖത്തെ തെളിച്ചം കണ്ട് അനിരുദ്ധന്റെ ഉള്ളൊന്ന് നിറഞ്ഞു. പക്ഷെ ചാന്ദിനിയൊന്നും മിണ്ടിയില്ല. എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഉച്ച കഴിയുമ്പോൾ അവരെത്തും. ഞാൻ അപ്പോഴേക്കും ഇങ്ങോട്ട് വരാം. പാച്ചു, അച്ഛൻ പോവാട്ടോ. ബാത്റൂമിലേക്ക് കയറാൻ പോകുന്നതിന് നോക്കി അനിരുദ്ധൻ പറയുമ്പോൾ അവനൊന്ന് തലയാട്ടിയിരുന്നു. അനിരുദ്ധനൊപ്പം തന്നെ ചാന്ദിനി ഉമ്മറത്തേക്ക് ഇറങ്ങി. അനിയേട്ടന് അവരായിട്ടുള്ള ബന്ധങ്ങൾ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണോ? പോകും മുന്നേ അവന്റെ കയ്യിൽ പിടിച്ചെത്തിക്കൊണ്ടുള്ള ചാന്ദിനിയുടെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ടി എന്തുപേക്ഷിക്കാനും എനിക്കൊരു കുഴപ്പമില്ല ചന്തു. അത്രയും ഉറപ്പോടെയുള്ള അനിരുദ്ധന്റെ വാക്ക്. എന്തായാലും അവർ വരട്ടെ. ആരെയും പൂർണ്ണമായിട്ട് തള്ളിക്കളയിൽ വേണ്ട അനിയേട്ടാ. അങ്ങനെയായ എപ്പോഴെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അടുപ്പകലൊക്കെ ഒരു പരിധിയിൽ നിന്നോട്ടെ. ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് എന്തൊക്കെയോ ചിന്തകളോടെ ചന്തു പറയുമ്പോൾ അനിരുദ്ധൻ സമ്മതിച്ചു. അല്ലെങ്കിൽ ഇനി അവർ പറയുന്ന മാത്രമേ അവൻ സമ്മതിക്കുള്ളൂ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു ചന്തു. അന്ന് നീ തളർന്നു വീണപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോൻ നിന്റെ വയറ്റിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഏട്ടനെ ഓർമ്മ തിരിച്ചിട്ടുമ്പോൾ ഞാനത് പറയായിരുന്നു. നീ മറ്റൊരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. ഏട്ടൻ തിരിച്ചു വന്നുകൊണ്ട് നീയും വേദനിക്കരുതെന്ന് കരുതിയ അന്ന് നിന്നെ അന്വേഷിച്ചിറങ്ങാൻ പോയി ഏട്ടനെ ഞാൻ തടഞ്ഞു. എന്നോട് ക്ഷമിക്ക് ചന്തു. കരഞ്ഞു നിലവിളിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഹരിപ്രിയെ സമാധാനിപ്പിക്കാൻ ചാന്ദിനി കുറച്ച് പാടുപെടുന്നതിനൊപ്പം ആളും കണ്ണു നിറച്ചിരുന്നു. ഇവരെല്ലാം വന്നിട്ട് അധിക സമയം ആയിട്ടില്ല. ഒരു 3 മണി നേരമായി കാണും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് പാർത്തി കടയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നിന്നാണ്. ഈ വരുന്നവരെ കാണാനൊന്നും അവന് യാതൊരുവിധ താല്പര്യവും. പക്ഷേ ചന്തുവിനെ വിട്ടില്ല. അതുകൊണ്ട് ചെക്കൻ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അനിത യൂണിഫോമിൽ തന്നെയാണ് ഇങ്ങ് വന്നത്. അവൻ വന്നതിന് പിറകെയാണ് 2 കാറുകൾ അവരുടെ വീടിന് മുമ്പിലായി കൊണ്ടു നിർത്തിയത്. കാറ് പാർക്ക് ചെയ്ത ഗ്രൗണ്ടിലായിരുന്നു. ചാന്ദിനിയോട് അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ സുജാത ചെയ്തു പോയതിനൊക്കെ മാപ്പി ചോദിച്ചു. അവരോടും ചാന്ദിനി ദേഷ്യമൊന്നും കാണിച്ചില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി. എന്തൊക്കെ വന്നാലും തൻ്റെ അനിയേട്ടൻ്റെയും പ്രണയം സത്യമായതുകൊണ്ട് കുറച്ച് വൈകിയാണെങ്കിലും തങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റിയല്ലോ. എൻ്റെ പാച്ചുവിന് അവൻ്റെ അച്ഛനെയും കിട്ടി. അതുമാത്രം മതിയായിരുന്നു ചാന്ദിനിക്ക് അവളുടെ വിഷമങ്ങളെല്ലാം മറക്കാൻ. പാർത്തി അവരെല്ലാം ശരിക്കൊരു കൗതുകത്തോടെ ആകാംക്ഷയോടുമാണ് നോക്കിയത്. ഏകദേശം അനിരുദ്ധനെ പോലെ തന്നെയാണ് അവൻ. കണ്ണും മൂക്കൊക്കെ ഒരു മാറ്റവുമില്ല. പിന്നെ എവിടേക്ക് അവന് വിശ്വമ്പന്റെ ചായം തോന്നി സുജാതയ്ക്ക്. മേലെടുത്ത തറവാട്ടിൽ ഈ തലമുറയിൽ ആകെയുള്ള ആൺതരി. അവരുടെ കണ്ണുകൾ അവനെ കണ്ട് അത്രമേൽ തിളങ്ങി.
അവര് മാത്രമല്ല ആ വന്നിരിക്കുന്നവരെല്ലാം അവനെ കണ്ണു വിടർത്തിയാണ് നോക്കുന്നത്. അവനെ ഒന്ന് പുണരാൻ കൊതിയോടെ സുജാത പാർത്തിയുടെ അടുത്തെന്നെങ്കിലും അവൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ചന്തുവിനെ പോലെ ക്ഷമയുള്ള മനസ്സാണോ അവന്റെ? പ്രത്യക്ഷത്തിലൊന്നും ചെയ്തില്ലെങ്കിലും പരോക്ഷമായി വിശ്വന്റെ കൂടെ നിന്നാണ് സുജാത. കിടപ്പിലായിട്ടും അയാളുടെ ആജ്ഞകൾ പാലിച്ചിരുന്ന ഉത്തമയായ ഭാര്യ സ്വന്തം മകന്റെ ജീവിതത്തിനെ കുറിച്ച് മനഃപൂർവ്വം മറന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ന്യായീകരണമില്ല. എന്നാൽ ഹരിപ്രിയ വന്നവന്റെ കവിളിലും മുടിയിലൊക്കെ തഴുകിയതും വെറുതെ പാർത്തി ഒന്ന് ചിരിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് സെറ്റിലിരിക്കുന്ന ഹരിപ്രിയയുടെ മകൾ ദർശനയുടെ ചുടികൾ ഒന്നുകൂടെ ഭംഗിയായി വിടർന്നു. പാർത്തിയുടെ അവഗണയിൽ സുജാത മനന്നൊന്ന് അപ്പുറം പോയിരുന്ന അനിരുദ്ധിനെ നോക്കുമ്പോൾ അവനും ആരും ശ്രദ്ധിക്കാതെ തന്നെയാണ് നിൽപ്പ്. എല്ലാം താൻ ചെയ്ത തെറ്റിന്റെ ഫലമാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും അവർ മിണ്ടിയില്ല. ചന്തു അവിടെ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് വീട്ടിൽ വന്ന അതികളെ മുഷിപ്പിക്കേണ്ടെന്ന് വെച്ച് അവർക്ക് ചായ എടുക്കാൻ പാർത്തിയാണ് അടുക്കളയിലേക്ക് പോയത്. ചായക്കുള്ള നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വരണമെന്നേ ഉള്ളൂ. പാർത്തി പോയപ്പോൾ അനിരുദ്ധൻ അവന്റെ പിറകെ തന്നെ പോയി. അവർ രണ്ടുപേരും കൂടെ തന്നെയാണ് വന്നിരിക്കുന്നവർക്ക് സെർവ് ചെയ്ത് കൊടുത്തത്. ചെറിയച്ഛന്റെ മോനെ കാണാൻ എന്തൊരു ഭംഗിയാലേ ചേച്ചി, സിനിമ നടന്ന പോലെയുണ്ട്. ചെറിയച്ഛന്റെ മോനെന്ന് പറഞ്ഞാലേ നമ്മുടെ ബ്രദറാ. ഇവൾക്ക് പിന്നെ മുറച്ചെറുക്കനാ. എന്താ വെച്ചു ഇഷ്ടമായി ഞങ്ങളുടെ ചേട്ടനെ? ആവണി അനിയത്തി കല്യാണിയോടായി പറഞ്ഞു. ദർശനയുടെ തോളിൽ കൂടെ വെറുതെ ഒന്ന് വിരൽ കൊണ്ട് തോണ്ടി കളിയാക്കി അടക്കി പിടിച്ച സ്വരത്തിൽ ചോദിച്ചു. അപ്പുറം മാറി ഫോണിൽ നോക്കി ഇറക്കുന്ന പാർത്തിയെ മിഴികൾ ഉയർത്തി നോക്കിയ ദർശനയുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. ആവണിക്കൊരു പ്രപ്പോസൽ വന്നിരുന്നേ. ഇന്നലെയായിരുന്നു പെണ്ണാണല്, അതാ വരാൻ ഇന്നുവരെ കാക്കേണ്ടി വന്നത്. സദാശിവൻ എല്ലാവരും അറിയാൻ പാത്രം തന്നെ പറഞ്ഞു. അയാൾ പണ്ട് മുതലേ ഒരു മിതഭാഷിയാണ്. അനിരുദ്ധനെ പോലെ തൻ്റെ ഇടമൊന്നുമില്ല. അച്ഛനെയും അമ്മയും അനുസരിച്ച് ജീവിക്കുന്ന മകൻ, അത്ര തന്നെ. പിന്നെ അനിരുദ്ധനും ചാന്ദ്രയും തമ്മിലുള്ള കാര്യമൊക്കെ അനിരുദ്ധന് ഓർമ്മ വന്ന സമയത്താണ് അയാൾ അറിയുന്നത്. അന്ന് അയാൾ അവൻ ചന്തുവിനെ അന്വേഷിച്ചിറങ്ങാൻ പോയപ്പോൾ തടഞ്ഞുമില്ല. ഇപ്പതേ അനിയൻ അവന്റെ ജീവിതം തിരിച്ചിട്ടാൻ പോകുന്നതിന്റെ സന്തോഷമുണ്ട്. പാച്ചുവിനെ കണ്ടപ്പോൾ ആ സന്തോഷം ഒന്നുകൂടി ഇരട്ടിച്ചു, അത്ര തന്നെ. ഇന്നിപ്പോൾ അവർ അനിരുദ്ധന്റെ വീട്ടിൽ തങ്ങി നാളെയാണ് തിരിച്ചു പോവുക. അതിനൊപ്പം തന്നെ അനിരുദ്ധന്റെയും ചാന്ദ്രയുടെയും കല്യാണം എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച ചെറുവത്തേരി കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചാ. ഞങ്ങളുടെ വീട്ടമ്പലത്തിൽ വെച്ച് നടത്താൻ പറയാൻ സുജാതക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ അവർ മടിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിരുന്നെങ്കിലും നടക്കാൻ പോകുന്നില്ല. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം സദാശിവൻ പാർത്തിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. പാർത്തി അയാൾക്ക് വെറുതെ ഒരു ചിരി കൊടുത്തു. സുജാത ഒഴിച്ച് ബാക്കിയാരോട് അവന് ദേഷ്യമൊന്നുമില്ല, അതുപോലെ ഇഷ്ടവുമില്ല. അവന് ഈ ജീവിതത്തിൽ അവന്റെ ചന്തുവിന്റെ അനിയേട്ടനും പിന്നെ അവന്റെ തങ്കയും മാത്രം മതി. അതിനി ആരൊക്കെ വിചാരിച്ചാലും മാറാനും പോകുന്നില്ല. സുജാതയും പോവാൻ നേരം പാർത്തിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പി ചോദിക്കുമ്പോൾ കുറച്ചു നേരം അവരെ നോക്കിയവൻ കൈയങ്ങ് പിൻവലിച്ചു. ഇവരുടെ ഈ കണ്ണീര് കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണോ അവന് സംഭവിച്ച നഷ്ടങ്ങൾ? കാണുന്നവരത്ര സ്വീറ്റൊന്നും അല്ലാട്ട് നമ്മുടെ ചേട്ടൻ. ആള് ചെറിയച്ഛനെ പോലെ തന്നെ ഷോർട്ട് ടെമ്പറാണെന്ന് ഉറപ്പാ. ചിലപ്പോൾ ചെറിയച്ഛനേക്കാൾ കൂടുതൽ. കണ്ടില്ലേ അച്ഛൻ ഇങ്ങനെ കരഞ്ഞ് കണ്ണീര് കണ്ടിട്ട് പോലും ഒരു മനസ്സലിവില്ല. ചെറിയച്ഛനാണ് ഇപ്പൊ അലിഞ്ഞേനെ. ആവണി പാച്ചുവിന്റെ ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖം നോക്കി അനിയത്തിമാർക്ക് പറഞ്ഞു കൊടുത്തു. അവരും അവനെ നോക്കി ലേശം പേടിയോടെ തലയാട്ടിയെങ്കിലും പാർത്തിയുടെ മുഖം ദർശനയുടെ ഉള്ളിൽ നന്നായി ഒന്ന് തറഞ്ഞു പോയെന്നുള്ള സത്യം. ദർശന തങ്കിക്കൊരു വെല്ലുവിളി ആവുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.